ഗൈസ്, ബെല്ലാമ്മയ്ക്ക് വേണ്ടി സംസാരിച്ച എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഞാൻ പിങ്കു. ഇന്ന് പിങ്കു ഡബ് ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. അത് വീഡിയോയുടെ അവസാനം വരുമ്പോൾ കാണാം. അപ്പോൾ എല്ലാവരും പറയും ബെല്ലാമ്മയ്ക്ക് സ്വാതന്ത്ര്യമില്ല, ബെല്ലാമ്മച്ചി അയച്ചു വിടുന്നില്ല എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കാട്ടിലും സ്വാതന്ത്ര്യം ബെല്ലാമ്മച്ചിക്കാണ്. എല്ലാവരുടെയും നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ബെല്ലാമ്മച്ചി അയച്ചു വിട്ടേക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി. പക്ഷേ ലാസ്റ്റ് വീണ്ടും ഒരു ദുരന്തമായിപ്പോയി. ഞാനും ബെല്ലാമ്മച്ചിയും കൂടി ഇങ്ങനെ കളിച്ച് രസിച്ചൊക്കെ നടക്കുമായിരുന്നു. മിക്കു ചേച്ചി ഉണ്ട് ഇവിടെ എവിടെയോ, പക്ഷേ കാണാനില്ല. ഒരു രസമാവുമല്ലോ മിക്കു ചേച്ചിയും കൂടെ വിളിക്കാമെന്ന് കരുതി ഞാൻ പേർക്കകത്തോട്ടൊക്കെ നോക്കാൻ പോയപ്പോൾ അതാ പേടിച്ചവിടെ ഇരിപ്പുണ്ട് മിക്കു ചേച്ചി. എന്തിനാ പേടിച്ചെന്നറിയത്തില്ല, എന്നാലും പേടിച്ചതുപോലൊരു ഭാവം. എന്തായാലും ഒരുവിധം മിക്കു ചേച്ചിയെ കൂടെ പുറത്തിറക്കി ഞങ്ങൾ മൂന്നാളും കൂടെ നല്ല രസമായിട്ടൊക്കെ കളിക്കാനൊക്കെ ഒരുങ്ങുമായിരുന്നു. പെട്ടെന്നാ നമ്മുടെ മിക്കു ചേച്ചിയുടെ ഭാവം അങ്ങ് മാറിയത്. കണ്ടാ, ആ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, ഇപ്പൊ അവിടെ എന്തെങ്കിലും സംഭവിക്കും ഉറപ്പാ. മിക്കു ചേച്ചിയുടെ ആ രൗദ്രഭാവം കണ്ടോ? പക്ഷെ ബെല്ലാമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല സ്നേഹത്തിൽ നിൽക്കുക. ഇനി എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, ഇനിയുള്ള കാര്യങ്ങൾ അമ്മച്ചി പറയും കേട്ടോ. അങ്ങനെ കുറച്ച് സമയം രണ്ടുപേരുടെയും കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഒന്ന് ശാന്തരായി. ഒരാളെ ഞാൻ കൂട്ടിലാക്കി, അടുത്ത ആളെ ഞാൻ ഫ്രീ ആയിട്ട് വിട്ട്. അല്ലറയിലറ പരിക്കളൊക്കെ രണ്ടാൾക്കും ഉണ്ട്. അതിൽ ബെല്ലയ്ക്കാണ് ഇച്ചിരി കൂടെ ഒരു ഇത്. അത്രയും നേരം സ്നേഹത്തിൽ നിന്നവരാണേ ബെല്ല ഒന്ന് അയച്ചു വിട്ടപ്പോഴത്തേക്കിന് അവരുടെ വിധം മാറിയത്. ഞാൻ പറഞ്ഞില്ലേ, ഇവരെ ഒരുമിച്ച് നമുക്ക് അയച്ചുവിടാൻ പറ്റത്തില്ല. പക്ഷെ ബെല്ലം ഞാൻ ഒരുപാട് സമയം അയച്ചു വിടാറുണ്ട്. പിന്നെ വീഡിയോയ്ക്കകത്ത് ഞാൻ അങ്ങനെ അവളെ മാത്രം അയച്ചു വിടുന്ന കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ഇതുപോലെ അവളെ മിക്ക സമയവും അവരെ കൂട്ടിലാക്കിയിട്ട് ഞാൻ അയച്ചു വിടാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മിക്കും പിങ്കും ഇവർ മൂന്നുപേരോട് ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കിയത്, ഒരുമിച്ച് അയച്ചു വിട്ട് നോക്കിയത്. കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ ഇവളെ അയച്ചു വിട്ട് ഞങ്ങളിങ്ങനെ സ്നേഹിക്കാറൊക്കെ ഉണ്ട്. ഇവളെ മാറ്റി നിർത്തത്തില്ല ഒരിക്കലും. ഇവളെ നമുക്ക് ഡോഗിനെ ഇഷ്ടമുണ്ടല്ലോ, നമ്മൾ ഇവളെ ആദ്യം മേടിച്ച് വളർത്താം. അന്നും നമുക്ക് ഇവരെ എങ്ങനെ വളർത്തണ രീതികളൊന്നും അറിയത്തില്ലല്ലോ. അതുപോലെ പപ്പിയെ റോക്കി മേടിച്ചപ്പോഴും നമുക്ക് ഇവരെ തമ്മിൽ ഇങ്ങനെ അടുപ്പിക്കണമെന്നോ അവരെ ഒരുമിപ്പിക്കണമെന്നോ അങ്ങനെയൊന്നും നമുക്ക് അറിയത്തില്ല. പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് ആയിപ്പോയി. അത് ഇനിയിപ്പോൾ അത് മാറ്റാൻ പറ്റത്തില്ല. ഇവരിങ്ങനെയൊക്കെ അങ്ങ് ഫ്രീ ആയിട്ട്, ഇവളിപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ കളിച്ചൊക്കെ രസമായിട്ട് നടക്കുന്നുണ്ട് അവള്. പക്ഷെ നമുക്കിനി ഇവരെ ഒരുമിച്ച് ഒരിക്കലും അയച്ചുവിടാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. ഇപ്പൊ ഇവളെ ഇങ്ങനെ അയച്ചുവിടുക, അവരെ നാലുപേരെ അങ്ങനെ അയച്ചു വിടുക. ഇവക്കിപ്പം പപ്പിയോട് മാത്രമേ കാണുമ്പോൾ കുരയ്ക്കത്തുള്ളൂ, മറ്റവരോടൊന്നും നമുക്ക് പ്രശ്നമില്ല. കണ്ടോ, ഇവക്ക് അത്യാവശ്യം നന്നായിട്ട് പരിക്കുണ്ട്. ഇനി തറയിൽ കിടക്കുന്നത് ബ്ലഡ് അല്ല കേട്ടോ, ഇതിപ്പോൾ സ്പ്രേ ചെയ്തതാണ്. അവർക്ക് ആ മുറിവിൽ സ്പ്രേ ചെയ്തപ്പം സ്പ്രേ തഴ വീണതാ, ബ്ലഡൊന്നും അല്ലത്. ഇനി ആരും നെഗറ്റീവായിട്ടൊന്നും പറയല്ലേ, നമുക്കിവർ 5 പേരും ഒരുപോലെ ഉള്ളു. ഇവരെല്ലാവരും നമുക്ക് ഇഷ്ടമാണല്ലേ, നമ്മൾ ഇവരെല്ലാം നോക്കിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ മിക്കുവിനും പിങ്കുവിനും പ്രാധാന്യം കൊടുത്ത് ചെയ്തൊരു ചാനൽ ആയതുകൊണ്ടാണ് അവരെ മാത്രം എപ്പോഴും ഇങ്ങനെ കാണിക്കുന്നത്. മിക്കുവിന് കുഴപ്പമൊന്നുമില്ല, ബെല്ലയ്ക്കൊരു ഇച്ചിരി പരിക്കുണ്ട്. 2 ദിവസം കൊണ്ട് ഉണങ്ങാവുന്ന മുറിവേ ഉള്ളൂ, കുഴപ്പമില്ല.